കോംപ്ലക്സ് നമ്പറിന്റെ ഓപ്പറേഷൻസ് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഒരുപാട് പ്രോബ്ലംസുകൾ വരാറുണ്ട്, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ലെറ്റ് z ഈക്വൽ ടു x പ്ലസ് ഐ വൈ, അങ്ങനെയാണല്ലോ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഫോം. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് z ഈസ് ഡിനോട്ടഡ് ബൈ മോഡ് z ഈക്വൽ ടു റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതിന്റെ ജോമെട്രിക്കൽ മീനിങ് എന്താണെന്ന് ഞാൻ വെറുതെ റഫായിട്ട് പറഞ്ഞുതരാം. പക്ഷെ നമുക്കതിപ്പോൾ ആവശ്യമില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴേ നമുക്കൊരു കോംപ്ലക്സ് നമ്പർ ഒരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് പ്ലോട്ട് ചെയ്യാൻ പറ്റും. വൈ വി ഡിഫൈൻ മോഡുലസ് അതൊന്നും അറിയാൻ വേണ്ടി മാത്രം പറയുന്നതാ. അപ്പൊ എക്സ് പ്ലസ് ഐ വൈ നമ്മൾ ഒരു പോയിന്റ് ആയിട്ട് കരുതാൻ പറ്റും. എക്സ് പ്ലസ് ഐ വൈ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ പോയിന്റ് എക്സ് കോമ വൈ. എക്സ് പ്ലസ് ഐ വൈ നമുക്കൊരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ നമുക്കത് പ്ലോട്ട് ചെയ്യാൻ പറ്റും. എക്സ് പ്ലസ് ഐ വൈനെ ഞാൻ എക്സ് കോമ വൈ ആയിട്ട് കൺസിഡർ ചെയ്യാണ്. അപ്പോൾ എനിക്ക് ആ കോംപ്ലക്സ് നമ്പർ പ്ലോട്ട് ചെയ്യാൻ പറ്റും ഒരു പ്ലെയിനിൽ. പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിങ്ങനെ വെർട്ടിക്കൽ ഡോട്ട് ലൈൻ വരയ്ക്കട്ടെ. ഈ ഡിസ്റ്റൻസ് എന്താണ്, ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വൈ ആണെന്നും അറിയാം. അപ്പോഴേ ഈ ഡിസ്റ്റൻസ് എന്താണ്, ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. യൂസിങ് പൈതഗോറസ് തിയറം ഇറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയില്ലേ. അപ്പോൾ വാട്ട് യു മീൻ ബൈ മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ? മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്ന് കോംപ്ലക്സ് നമ്പർ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കോംപ്ലക്സ് നമ്പർ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഒറിജിനിൽ നിന്ന് കോംപ്ലക്സ് നമ്പർ വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് മോഡുലസ് ഓഫ് സെഡ്. ബൈ ഹാർട്ടാക്ക റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പ്രൂഫ് ഇല്ലാതെ ബൈ ഹാർട്ടാക്കി പോകണം, കേട്ടല്ലോ. ഫസ്റ്റ് പ്രോപ്പർട്ടീസ് മോഡുലസ് ഓഫ് z1 ഇൻറ്റു z2 എന്ന് വെച്ചാൽ z1 ആൻഡ് z2 എന്ന് പറഞ്ഞ രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്നിട്ട് മോഡുലസ് എടുക്കണം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് മോഡുലസ് എടുക്കണം. ദിസ് ഈസ് സെയിം ആസ് മോഡ് z1 ഇൻറ്റു മോഡ് z2. സെപ്പറേറ്റ് മോഡുലസ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതുപോലെ മോഡുലസ് ഓഫ് z1 ബൈ z2 ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് മോഡുലസ് എടുക്കണം. സെയിം ആസ് മോഡ് z1 ബൈ മോഡ് z2. ഓക്കെ, എഴുതിയിരിക്കണേ ഇതെല്ലാം. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് മോഡുലസ് ഓഫ് z റൈസ് ടു n. z റൈസ് ടു n ചെയ്തതിന് ശേഷം z റൈസ് ടു n എന്ന് പറഞ്ഞാൽ z ഇൻറ്റു മൾട്ടിപ്ലൈ n ടൈംസ് z റൈസ് ടു n കണ്ടിട്ട് മോഡുലസ് എടുക്കണം. ദാറ്റ് ഈസ് സെയിം ആസ് മോഡ് z റൈസ് ടു n. മോഡ് z കണ്ടിട്ട് റൈസ് ടു n എടുത്താലും മതി. ഓക്കെ, പിന്നെ മോഡുലസ് കാണാനുള്ള ഫോർമുല ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ചെറിയൊരു കാര്യം ഒന്ന് നോട്ടായിട്ട് എഴുതാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു റിയൽ നമ്പർ ആണ് മോഡുലസ് എങ്കിൽ, ഒരു റിയൽ നമ്പറിന് മോഡുലസ് ആണെങ്കിൽ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിലോട്ട് പോകണ്ട, നെഗറ്റീവ് സൈൻ കളഞ്ഞങ്ങോട്ട് എഴുതിയാൽ മതി. ഒരു റിയൽ നമ്പറിന് മോഡുലസ് ആണെന്നുണ്ടെങ്കിൽ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ ആവശ്യമില്ല, ജസ്റ്റ് റിമൂവ് ദ നെഗറ്റീവ് സൈൻ. ക്ലിയർ ആയല്ലോ? പിന്നെ ഇതൊന്ന് ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ വേറൊരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, മോഡുലസ് ഓഫ് ഐ 1 ആണ്. അത് ബൈ ഹാർട്ട് ആക്കണം, അത് ബോക്സിൽ ഇട്ടേക്കണേ. മോഡുലസ് ഓഫ് ഐ 1 ആണ്. അതിനെ നമുക്ക് 0 + 1i എന്ന് എഴുതാൻ പറ്റും. 0 + 1i. പക്ഷെ നമ്മളത് എഴുതിയ സമയം കളയണ്ട. മോഡ് ഐ 1 ആണ്. സിമിലർലി മോഡ് മൈനസ് ഐയും 1 ആണ്. നമുക്കപ്പോൾ പ്രോളജിയൊക്കെ കുറച്ചുകൂടി ഫാസ്റ്റ് ആവും ഇത് അറിഞ്ഞിരുന്നാൽ. അപ്പൊ ഈ എഴുതിയ കാര്യങ്ങളെല്ലാം ബൈ ഹാർട്ട് ആക്കാനുള്ളതാണ്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. റൂട്ട് 5 + 2i all raised to 40 = 3 raised to 39 into a plus ib. Find a square plus b square. a square plus b square ആണെങ്കിൽ ക്വസ്റ്റ്യൻ എങ്കിൽ അത് മോഡുലസിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെച്ചോ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി എഴുതിക്കോട്ടെ. റൂട്ട് 5 + 2i
all raised to 40 equal to എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് 3 raised to 39 into a plus ib or a plus bi. ശരിയാണോ? രണ്ട് സൈഡിലും മോഡുലസ് എടുക്കാം. ലെഫ്റ്റ് സൈഡിൽ മോഡുലസ് എടുത്താൽ റൈറ്റ് സൈഡിൽ മോഡുലസ് എടുക്കണം. മോഡുലസിന്റെ പ്രോപ്പർട്ടി ഓർമ്മയുണ്ടോ? ലാസ്റ്റ് എഴുതിയ പ്രോപ്പർട്ടി മോഡുലസ് z റേസ്ഡ് ടു n. നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടല്ലോ അല്ലെ? മോഡ് z റേസ്ഡ് ടു n എന്താണ് പഠിച്ചിട്ടുള്ളത്? മോഡ് z റേസ്ഡ് ടു n അങ്ങനെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോഡുലസ് ഓഫ് z റേസ്ഡ് ടു n ഈക്വൽ ടു മോഡ് z റേസ്ഡ് ടു n. And right side is it is of the form modulus z1 into z2. ഇതിനെ z1 ഞാൻ വായിച്ചോട്ടെ. Modulus of z1 into z2. It is equal to modulus of z1 into modulus of z2. നെക്സ്റ്റ് സ്റ്റെപ്പില് √5 + 2i മോഡുലസ് x plus i y മോഡുലസ് നമ്മൾ പഠിച്ചതാണല്ലോ. റൂട്ട് ഓഫ് ഓർമ്മയുണ്ടോ? x² + y² raised to 40 outside. x plus i y മോഡുലസ് റൂട്ട് ഓഫ് x² + y². റൈറ്റ് സൈഡില് മോഡുലസ് ഓഫ് എ റിയൽ നമ്പർ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് സൈൻ കളയാ, അത്രേ ഉള്ളൂ. ദിസ് ഈസ് എ റിയൽ നമ്പർ. ഇപ്പൊ നെഗറ്റീവ് ഉണ്ടെങ്കിൽ കളയാ, പോസിറ്റീവ് ആണെങ്കിൽ അങ്ങനെ തന്നെ പകർത്താം. മോഡുലസ് ഓഫ് a + bi എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് a² + b² ആണ്. ശരിയല്ലേ? സോ അടുത്ത സ്റ്റെപ്പില് ഇവിടെ ലെഫ്റ്റ് സൈഡില് എല്ലാ സ്റ്റെപ്പും കാണിക്കണ്ടല്ലോ. റൂട്ട് ഓഫ് 5 + 4. റൂട്ട് ഓഫ് 5 + 4 വിൽ ബി √9 raised to 40 equal to 3 raised to 39 into root of a² + b². അടുത്ത സ്റ്റെപ്പില് √9 3 ആണല്ലോ. 3 raised to 40 is equal to right side 3 raised to 39 into 3 raised to 39 into root of a² + b². root of a² + b². 3 raised to 39 അങ്ങോട്ട് പോവാ. So we get root of a² + b² equal to 3 raised to 40 divided by 3 raised to 39. അറിയാലോ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. 3 raised to 40 by 3 raised to 39 will be 3. സ്ക്വയർ ചെയ്താല് രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്താല് a² + b² equal to 9. സോ ഓപ്ഷൻ ബി ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ NDA 2024 നോക്കാം. Question is iz³ + z² - z + i equal to 0. Then what is the value of mod z + 1 whole square? നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. തന്നിട്ടുള്ളത് എന്താണ്? iz³ + z² - z + i is equal to 0. നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും? 4 ടേം ഉണ്ടെങ്കിൽ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ നോക്കണം. ഫാക്ടറൈസ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 2 ടേമിൽ നിന്നും കോമൺ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തോട്ട് എടുക്കുക. അവസാനത്തെ 2 ടേമിൽ നിന്നും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തോട്ട് എടുക്കുക. ആദ്യത്തെ 2 ടേം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു z² പുറത്തോട്ട് എടുക്കാം. ശരിയാണോ? ആദ്യത്തെ 2 ടേമിൽ ഒരു z² കോമൺ ആണ്. ഇവിടെ ഒരു iz ബാലൻസും വരും. ഇവിടുന്ന് z² പോയി കഴിഞ്ഞാൽ 1 ബാലൻസ് വരും. പിന്നെ വരുന്നത് -z + i ആണ്. അത് ഇപ്പൊ നമുക്ക് കണ്ടിട്ട് ഐഡിയ തോന്നണില്ല. ഐ മീൻ അതിൽ നിന്ന് പുറത്തോട്ട് എടുക്കാൻ നിലവിൽ ഇപ്പം ഇല്ല. -z + i എന്ത് കോമൺ ആയിട്ട് എടുക്കാനാ? ഒന്നും എടുക്കാനില്ലല്ലോ. പക്ഷേ നമുക്ക് ഫർദർ ഫാക്ടറൈസേഷൻ നടക്കണമെങ്കിൽ -z + i ആരെങ്കിലും ഒരാളെ പുറത്തോട്ട് എടുത്തിട്ട് ഈ iz + 1 വീണ്ടും വരണം. എനിവേ ഇവിടം വരെ ക്ലിയർ ആയല്ലോ അല്ലേ? ഞാൻ അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാം. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. z² × iz + 1
പ്ലസ് -1 ഇൻറ്റു സെറ്റ് എന്ന് വായിക്കാമല്ലോ ഇതിന്. -1 ഇൻറ്റു സെറ്റ് എന്ന് വായിക്കാം. -1ന് ഞാൻ i സ്ക്വയർ എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ലല്ലോ. -1ന് ഞാൻ i സ്ക്വയർ എന്ന് എഴുതി. i സ്ക്വയർ സെഡ് പ്ലസ് i ഈസ് ഈക്വൽ ടു 0. അടുത്ത സ്റ്റെപ്പിൽ z സ്ക്വയർ ഇൻറ്റു iz പ്ലസ് 1 പ്ലസ് രണ്ടിലും i കോമൺ ആണ്. i ഇൻറ്റു iz പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഈ രണ്ട് ടേമിലും iz പ്ലസ് 1 കോമൺ ആണ്. രണ്ടിൽ നിന്നും iz പ്ലസ് 1 കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ z സ്ക്വയർ പ്ലസ് i ബാലൻസ് ഉണ്ട്. ഈസ് ഈക്വൽ ടു 0. ഓക്കെ ആണോ? ഇത് 0 ആവണമെങ്കിൽ ഒന്നുകിൽ ഫസ്റ്റ് ടേം 0 ആയിരിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടേം 0 ആയിരിക്കണം. ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം സോൾവ് ചെയ്താൽ മതി. രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടില്ല. നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. ഓപ്ഷൻ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റേത് നോക്കണ്ടല്ലോ. iz പ്ലസ് 1 0 ആണെന്നുണ്ടെങ്കിൽ iz ഈക്വൽ ടു -1 ആണ്. എനിക്ക് മോഡ് z പ്ലസ് 1 ഹോൾ സ്ക്വയർ കിട്ടണം അല്ലേ? മോഡ് z കിട്ടണം അല്ലേ? യെസ്. രണ്ട് സൈഡിലൊന്ന് മോഡുലസ് എടുത്താൽ കിട്ടും. രണ്ട് സൈഡിലും മോഡുലസ് എടുക്കുക. ലെഫ്റ്റ് സൈഡിൽ മോഡുലസ് ഓഫ് iz ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് -1. രണ്ട് സൈഡിൽ ഞാൻ മോഡുലസ് എടുത്തു. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മോഡുലസ് ഓഫ് z1 ഇൻറ്റു z2, മോഡ് i ഇൻറ്റു മോഡ് z. അതറിയാലോ, മോഡുലസ് ഓഫ് z1 ഇൻറ്റു z2 എന്ന് പറഞ്ഞാൽ മോഡ് z1 ഇൻറ്റു മോഡ് z2 ആണ്. അപ്പോൾ മോഡ് i ഇൻറ്റു മോഡ് z ഈസ് ഈക്വൽ ടു 1 വരും. മോഡ് i 1 ആണെന്ന് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എഴുതിയെടുത്തതാണ്, ബൈ ഹാർട്ട് ആക്കാൻ പറഞ്ഞിരുന്നു. മോഡ് i 1 ആണ്. 1 ഇൻറ്റു മോഡ് z1, സോ മോഡ് z ഈക്വൽ ടു 1. മോഡ് z 1 ആണ്. സോ നമുക്ക് വേണ്ടത് മോഡ് z പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ് വേണ്ടത്. മോഡ് z പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് 1 പ്ലസ് 1 ഹോൾ സ്ക്വയർ വരും. 4 ആണ് ആൻസർ. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ.